വിശുദ്ധ മർക്കോസ് 16:15 നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. ഈ ദൗത്യത്തിനായി സന്യസ്തരായ ഞങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുമ്പോൾ ഇന്ന് മാധ്യമങ്ങളിലെ സന്യസ്തരെയും സന്യാസ ജീവിതത്തെയും പിച്ചു ചീന്തുന്ന ഈ കാലയളവിൽ സന്യാസ ജീവിതത്തിന്റെ മൂല്യവും അർത്ഥവും ലോകത്തിന് മുഴുവൻ കാട്ടിക്കൊടുക്കുവാൻ, ദൈവസ്തുതി ഗീതങ്ങളിലൂടെ ക്രിസ്തുവിന് സാക്ഷികളാകുവാൻ ഈ പ്രോഗ്രാം സന്യസ്തരായ ഞങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമാണ്. നല്ല പുഞ്ചിരിച്ച മുഖങ്ങൾ, എന്ത് രസാ കാണാൻ. മാലാഖമാർ ഇങ്ങനെ വന്ന് എന്റെ കൂടെ നിൽക്കുന്ന പോലൊരു ഫീല്. സിസ്റ്റർ, ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. നിങ്ങൾ എവിടുന്നാ? ഞങ്ങളെ തിരുവല്ലയിൽ നിന്ന്. ആഹാ, ബെഥനി സിസ്റ്റേഴ്സ്. ബെഥനി സിസ്റ്റേഴ്സ്. ഓക്കെ. അപ്പൊ എത്ര ദിവസം പ്രാക്ടീസ് ചെയ്തു ഇവരെല്ലാരും കൂടെ ചേർന്ന്? ഞങ്ങളെ കൂടുതൽ പേരും എല്ലാരും തന്നെ അധ്യാപകരാണ്, ആഹാ, പഠിക്കുന്നവരാണ്. ആഹാ, അതുകൊണ്ട് അധികം സമയം കിട്ടിയിട്ടില്ല. എങ്കിലും ഈ അവസരം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങൾ 2 ആഴ്ച കാലമേ പ്രാക്ടീസിന് എടുത്തുള്ളൂ. അപ്പൊ ഈ ബാംഗ്ലൂർ നിന്നുള്ള സിസ്റ്റർ 2 വീക്സ് ആയിട്ട് ഇവിടെ ഉണ്ടോ? എത്തിയോ? പാട്ട് നേരത്തെ അയച്ചു കൊടുത്തിരുന്നു, പഠിച്ചു. അവിടെ ഇരുന്ന് പഠിച്ചിട്ട് ഇവിടെ വന്നു. നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി, അങ്ങനെ അല്ലേ? ഓ, ഓക്കെ. സിസ്റ്ററിന്റെ പേര്? സിസ്റ്റർ തേജസ് മേരി. തേജസ് മേരി. ഹാ, എന്തൊരു തേജസ് ആണ് ആ പേരില് തന്നെ. അതിന്റെ കൂടെ മേരി, നമ്മുടെ അമ്മയുടെ പേരും അല്ലേ? അപ്പോ ഇന്നത്തെ ഗാനം ഏതാ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്? ജെറുസലേം യൂദയ സമരിയ എന്നുള്ള ഗാനമാണ് ഗ്രൂപ്പ് സോങ്. ഓക്കെ. ഇത് ആരാ ചിട്ടപ്പെടുത്തിയത്? എവിടുന്ന ഗാനം? ആ ഗാനം വന്ന വഴി എന്തെങ്കിലും അറിയാമോ? അറിയാം. ബേബി ജോൺ കലയന്താനി രചിച്ച് പീറ്റർ ചേരാനല്ലൂർ ഈണം പകർന്ന്. ആരാ പാടിയത്? കെസ്റ്റർ. ഓ, കെസ്റ്ററും പാടിയ പാട്ടാണോ? ഓ, ഓക്കെ. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഇത്രയും പേര് ചേർന്ന് വേറെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുടെ സഭയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിനൊക്കെ പാടുവോ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളുടെ സമൂഹത്തിന്റെ ആരാധനപരമായ കൂട്ടായ്മയില് ഒത്തുവരുമ്പോൾ ഗായക സംഘം ഉണ്ട്. ഓ, അതിലപ്പോ ഒരുപാട് പേരുണ്ടാവൂലോ അല്ലെ? 8-9-10 പേരെ കാണും. അത്രയാണുള്ളത്. ഓ, ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇത് ആദ്യമായിട്ടാണ്. അപ്പോ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈ പുഞ്ചിരിച്ച് നിങ്ങൾ ഈ വേദിയിലേക്ക് കയറി അതേ പുഞ്ചിരിയോടുകൂടി റിലാക്സ്ഡ് ആയിട്ട് ദൈവത്തിന്റെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ ഗാനം ഞങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.